അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വകഫ വസല്ലല്ലാഹുമ്മ അലാ നബിയിനൽ മുസ്തഫ. സഹോദരങ്ങളെ, അഹ്ലുസുന്നയുടെ പ്രധാനപ്പെട്ട അടയാളങ്ങളിലൊന്നാണ് അത് നീതി കാണിക്കുമെന്നത്. അഹ്ലുസുന്ന അതിൻ്റെ ശത്രുക്കളോട് പോലും അനീതി പ്രവർത്തിക്കുകയില്ല, പറയുകയില്ല. ഞാനിത് പറയാൻ കാരണം സമസ്തയുടെ കേന്ദ്ര മുശാവറ അംഗമായിട്ടുള്ള ഒരു ഉസ്താദിൻ്റെ പ്രസംഗം കേട്ടു. എന്താണ് അദ്ദേഹം പറയുന്നത്? നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാനൊരു വാഫി കോളേജിൽ പോയി, എവിടെയെന്ന് ഞാൻ പറയുന്നില്ല, വേണ്ടി വന്നാൽ പറയും ചെയ്യാം. അവിടെ പ്രിൻസിപ്പാളുടെ റൂമിൽ പോയി. അപ്പം ഇങ്ങനെ 6 റിസാലകൾ ഇരിക്കുന്നുണ്ട്. അൽ ഇമാം അബു ഹനീഫ, അൽ ഇമാമു മാലിക്, അൽ ഇമാം ഷാഫി, അൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ. അതിൻ്റെ താഴെ 2 വേറെ, അൽ ഇമാം ബിൻ തീമിയ, അൽ ഇമാം ബിനുൽ ജൗസി. മൂപ്പരിങ്ങനെ 6 കൂടി ഒരേ ഗ്രേഡിലാക്കി ഇങ്ങനെ വെച്ചേക്കാണ്. വലിയ ഇമാമായിട്ടാണ് ഇബ്നു തീമിയ, അൽ മുജദ്ദിദ് ഇബ്നു തീമിയും. അതേ പ്രകാരം തന്നെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് 2 മുജദ്ദിദാണെന്നാണ് മുജാഹിദീങ്ങൾ പറയുന്നത്. അപ്പോൾ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വലിയ ഇമാമായിട്ടാണ്, അദ്ദേഹത്തിന് ഇമാമ എന്നൊന്നും പറയാൻ പറ്റൂല എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ഇമാമത്തിനെ, അദ്ദേഹത്തിൻ്റെ ഇൽമിനെ, അദ്ദേഹത്തിൻ്റെ കഴിവിനെ അംഗീകരിക്കുന്ന, അതിനെ മഹത്വം പറയുന്ന കിതാബുകളും രേഖകളുമൊക്കെ ഒരു ലൈബ്രറിയിൽ നിന്ന് ഒഴിവാക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ധാരാളം കിതാബുകൾ നിങ്ങളുടെ ലൈബ്രറിയിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരും. ഒന്ന് ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഫത്വ. കാരണം അദ്ദുററുൽ കാമിന എന്ന് പറയുന്ന കിതാബിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ഇൽമിനെയും ഇമാമത്തിനെയും ഒക്കെ അംഗീകരിച്ച് മൊത്തം സംസാരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. മുല്ല അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു ഹജർ അൽ ഹൈതമി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യക്കെതിരെ ആക്ഷേപിച്ച ആക്ഷേപങ്ങൾക്ക് എണ്ണി മറുപടി കൊടുത്ത മഹാനായ പണ്ഡിതനാണ്. മാത്രമല്ല, ഇതേതാ കിതാബ് എന്നറിയോ? ഇമാം സുയൂത്തിയുടെ തബഖാത്തുൽ ഹുഫാദ്. അത് നിങ്ങളെ ലൈബ്രറിയിൽ വെക്കാൻ പറ്റുമോ? പറ്റൂല. എന്തുകൊണ്ട്? ഈ കിതാബിൽ സുയൂത്തി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയെ കുറിച്ച് പറയുന്നത് നിങ്ങൾ വായിച്ചു നോക്കൂ. അശ്ശൈഖു അൽ ഇമാമു അൽ അല്ലാമ അൽ ഹാഫിദ് അൽ നാഖിദ് അൽ ഫഖീഹ് അൽ മുജ്തഹിദ്. ശ്രദ്ധിക്കണേ, ഷെയ്ഖുൽ ഇസ്ലാം ഇമാമാണ്, മുജ്തഹിദാണ്, ഫഖീഹാണ്, അല്ലാമയാണ്. അൽ മുഫസ്സിറുൽ ബാരി', ഇതും അടിവരയിടണം. അൽ മുഫസ്സിറുൽ ബാരി', അദ്ദേഹം വളരെയധികം കഴിവ് തെളിയിച്ച വലിയൊരു മുഫസ്സിറാണ്. കാന മിൻ ബുഹൂരിൽ ഇൽമി, അദ്ദേഹം അറിവിൻ്റെ കടലായിരുന്നു. അല്ലഫ 300 മുജല്ലദ്, അദ്ദേഹം 300 വോള്യം 300 മുജല്ലദ് അദ്ദേഹത്തിൻ്റെ കിതാബുകളായി ഉണ്ട് എന്ന് ഇമാം സുയൂത്തി രേഖപ്പെടുത്തുകയാണ്. ഈ 3 പോയിന്റുകൾ ഇതിൽ ഓർമ്മിക്കണം. ഒന്ന്, മുഫസ്സിറാണ്, വലിയ കഴിവുള്ള മുഫസ്സിറാണ്. അതുപോലെ തന്നെ 300-ലധികം വോള്യം അദ്ദേഹത്തിൻ്റെ കിതാബായിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം വലിയൊരു ഫഖീഹും മുജ്തഹിദുമാണ്. ഇത് നിങ്ങൾ ഓർമ്മിക്കണം. നോക്കൂ നിങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ഇബ്നു തൈമിയ്യയുടെ കിതാബ് ഇമാമിങ്ങളുടെ കിതാബിൻ്റെ കൂടെ വെച്ചാൽ, അതിൻ്റെ താഴെ വെച്ചാൽ ഒരു കുഴപ്പവും വരാനില്ല എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. മാത്രമല്ല, ഇതേതാ കിതാബ് എന്നറിയോ നിങ്ങൾക്ക്? ഇത് ഇബ്നു ഹജർ അൽ ഹൈതമിയുടെ ഫതാവൽ കുബ്രക്ക് റംലി എഴുതിയ ഹാഷിയ. ഇമാം റംലി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ പല വിഷയങ്ങളിലും വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇബ്നു തൈമിയ്യയെ, അദ്ദേഹത്തിൻ്റെ ഇൽമിനെ, അദ്ദേഹത്തിൻ്റെ അറിവിനെ അദ്ദേഹം പരിഹസിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. മാത്രമല്ല, പലയിടങ്ങളിലും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എടുത്തു കൊടുത്തത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇമാം റംലിയെയും തള്ളേണ്ടി വരും. ഇനി ഇബ്നു തൈമിയ്യയെ കുറിച്ച് ഇദ്ദേഹത്തിന്റെ അടുത്ത പരിഹാസം നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ ഇബ്നു തൈമിയ്യന്റെ തഫ്സീറുണ്ട്, ആകെ ഒരു റാസിന്റെ 1-2 ജുസുവിന്റെ അത്ര വലിപ്പം ഉണ്ടാവുള്ളൂ. എന്നിട്ട് അതിങ്ങട്ട് അച്ചടിക്കാരിങ്ങനെ കുറെ ജുസുക്കളാക്കിയിട്ട് അതിന് നമ്മൾ സാധാരണ തഫ്സീറുൽ കബീർ എന്ന് പറഞ്ഞാൽ ഇമാം റാസി തങ്ങളെ തഫ്സീറ. ഇപ്പൊ ആ തഫ്സീറുൽ കബീർ എന്ന് പറഞ്ഞാൽ അവരെടുക്കല് ഇബ്നു തൈമിയ്യന്റെ തഫ്സീറ. ആ തഫ്സീറുൽ കബീർ ഇബ്നു തൈമിയ്യ, ലിൽ ഇമാം ഇബ്നു തൈമിയ്യ, അങ്ങനെ പറയാം, ലിൽ ഇമാമി ഇബ്നു തൈമിയ്യ. അപ്പോൾ ഇബ്നു തൈമിയ്യയുടെ തഫ്സീറുണ്ട്, റാസിൻ്റെ 1-2 വോള്യത്തിൻ്റെ അത്ര ഉണ്ടാകുള്ളൂ. എന്നിട്ട് അതിങ്ങനെ നീട്ടിപ്പരത്തി വലുതാക്കിയതാണെന്നാണ്. യഥാർത്ഥത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി സ്വതന്ത്രമായി ഒരു തഫ്സീർ എഴുതിയിട്ടില്ല. മറിച്ച് അദ്ദേഹത്തിൻ്റെ ഫത്വകളിലും മറ്റ് ധാരാളം ഗ്രന്ഥങ്ങളിലും ഉൾച്ചേർന്നിട്ടുള്ള ഓരോ ആയത്തുകളുടെ തഫ്സീറുകൾ പിൽക്കാലത്ത് പണ്ഡിതന്മാർ ക്രോഡീകരിച്ചിട്ട് ഉണ്ടാക്കിയ വിവിധങ്ങളായ തഫ്സീർ കിതാബുകളുണ്ട്. അപ്പം അതിൽ ഒന്നാണ് തഫ്സീറുൽ കബീർ. അപ്പം അതിങ്ങനെ ഇബ്നു തൈമിയ്യക്ക് കുറേ കിതാബുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി നീട്ടിപ്പരത്തി വലുതാക്കി എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലാഹുൽ മുസ്തആൻ. സുയൂത്തി എന്താ പറഞ്ഞത്? 300-ലധികം വോള്യം ഇബ്നു തൈമിയ്യൻ്റെ കിതാബുണ്ട് എന്നാണ്. ആ ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ തഫ്സീറിനെ നീട്ടിപ്പരത്തേണ്ട വല്ല ആവശ്യം ആർക്കെങ്കിലും ഉണ്ടോ? മാത്രമല്ല, ഇബ്നു ഹജർ അൽ അസ്ഖലാനി, ഇമാം സഹബി,
അവരൊക്കെ ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ കിതാബുകളുടെ വലിപ്പവും എണ്ണവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വസ്തുതകളൊക്കെ മുന്നിലിരിക്കെ ഇബ്നു തൈമിയ്യയുടെ ഒരു തഫ്സീറിനെ നീട്ടിപ്പരത്തി വലുതാക്കേണ്ട യാതൊരു ആവശ്യവും അഹ്ലു സുന്നക്കില്ല, സലഫികൾക്കില്ല, സുന്നികൾക്കില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇബ്നു തൈമിയ്യക്കാണോ കിതാബിൻ്റെ എണ്ണം കുറവ്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ മജ്മൂഉ ഫതാവ നിങ്ങൾ എടുത്തു നോക്കി, എത്രയാണ് വോള്യം? അദ്ദേഹത്തിൻ്റെ ഫത്വകൾ മാത്രം ക്രോഡീകരിച്ചാൽ 300-ലധികം വോള്യം ഉണ്ടാകുമെന്നും ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ലേ? ഇത് നോക്കൂ നിങ്ങൾ, അസ്സാരിമുൽ മസ്ലൂൽ അലാ ഷാത്തിമിർ റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുന്നവർക്കെതിരെ ഊരിപ്പിടിച്ച വാൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അതുമാത്രമല്ല, റഫ്ഉൽ മലാം അൻ അഇമ്മത്തിൽ അഅലാം, ഉന്നതന്മാരായ പണ്ഡിതന്മാർക്കെതിരെയുള്ള ആക്ഷേപങ്ങളെ ഉയർത്തൽ, അത് അദ്ദേഹത്തിൻ്റെ കിതാബാണ്. തീർന്നിട്ടില്ല, നസറാനികൾക്കെതിരെയുള്ള മറുപടിയായി വോള്യങ്ങൾ കിതാബ് അദ്ദേഹത്തിനുണ്ട്. ദിർഉ തആറുദിൽ അഖ്ലി വൻ നഖൽ അദ്ദേഹത്തിൻ്റെ കിതാബാണ്, വോള്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അഖീദത്തുൽ അസ്ബഹാനിയ, അതുപോലെ അഖീദത്തുൽ വാസിത്തിയ, അതുപോലെ അദ്ദേഹത്തിൻ്റെ ധാരാളം അഖീദ ഗ്രന്ഥങ്ങൾ, അൽ ഇസ്തിഗാസ ഫിർ റദ്ദി അലൽ ബക്രി, അങ്ങനെ അനേകം ഖദരിയാക്കൾക്കും മുഅ്തസിലകൾക്കും മറുപടി ആയിക്കൊണ്ട് അദ്ദേഹം രേഖപ്പെടുത്തിയ അനേകം കിതാബുകൾ. ഈ കിതാബുകളൊക്കെ ഉണ്ടായിരിക്കെ അദ്ദേഹത്തിൻ്റെ തഫ്സീറിനെ നീട്ടിപ്പരത്തി വലുതാക്കേണ്ട യാതൊരു ആവശ്യവും സുന്നികൾക്കില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അദ്ദേഹം വലിയ ഒരു കുറ്റം, ഇബ്നു തൈമിയ്യനെ അടുപ്പിക്കാൻ പറ്റാത്ത, ലൈബ്രറിയിലൊന്നും വെക്കാൻ പറ്റാത്ത അത്ര വലിയ കുറ്റം എന്താണ് ഇബ്നു തൈമിയ്യ ചെയ്തത്? ഒരു സാമ്പിൾ അദ്ദേഹം പറയുന്നുണ്ട്, നമുക്കതൊന്ന് കേട്ടു നോക്കാം. അതിന്റെ ഒരൊറ്റ സാമ്പിൾ മാത്രം പറയാം. സൂറത്തു തൗബയുടെ തഫ്സീറിൽ തൗബത്തുൽ അംബിയ എന്ന് പറഞ്ഞൊരു ഹെഡിങ് ഉണ്ട്. ആ തൗബത്തുൽ അംബിയ എന്ന് പറയുന്ന ഹെഡിങ്ങിൽ പറയുന്നത് എന്താണെന്ന് അറിയോ? അംബിയാക്കൾ പാപം ചെയ്യണം എന്നാണ് പറയുന്നത്. അമ്പിയാക്കൾ പാപം ചെയ്തിട്ട് അവർ തൗബ ചെയ്യണം, എന്നാൽ പാപം ചെയ്യുന്നതിന്റെ മുമ്പുള്ളതിനേക്കാൾ വലിയ ദർജ അവർക്ക് കിട്ടും. അതുകൊണ്ട് ആ ദർജ കിട്ടാൻ വേണ്ടി, തൗബ ചെയ്യാൻ വേണ്ടി അവർ പാപം ചെയ്യണമെന്ന്. ഇനി കടുത്ത ആരോപണമാണ്. എങ്ങനെയാണ് സുബ്ഹാനല്ലാഹ് ഒരാൾക്ക് ഇങ്ങനെ കളവ് പറയാൻ സാധിക്കുന്നത്? അമ്പിയാക്കൾ അവർ തെറ്റ് ചെയ്യണം, അള്ളാഹുവിൻ്റെ സ്ഥാനം കിട്ടാൻ വേണ്ടി അവർ തെറ്റ് ചെയ്ത് തൗബ ചെയ്യണം എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ മാത്രമല്ല ഒരു കിതാബിലും പറഞ്ഞിട്ടില്ല. കടുത്ത കളവാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ആരോപണം എന്ന് പ്രിയമുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ എന്താണ് പറഞ്ഞത്? അദ്ദേഹം ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുക്കുകയാണ്. ചോദ്യത്തിൻ്റെ ചുരുക്കം ഇതാണ്: അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലഖദ് താബല്ലാഹു അലൻ നബി വൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകൾക്കും അൻസാറുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അള്ളാഹു പാപം പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് ആയത്തുണ്ടല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ല തെറ്റും ചെയ്തിട്ടാണോ അങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് ഷെയ്ഖുൽ ഇസ്ലാമിനോട്. അതിന് അദ്ദേഹം കൊടുത്ത മനോഹരമായ മറുപടി, ആ മറുപടിയെയാണ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞു, അംബിയാക്കൾ മഅസൂമൂന, അവർ പാപ സുരക്ഷിതരാണ്. മിനൽ ഇഖ്റാരി അല ദുനൂബ്, തിന്മകളിൽ ഉറച്ചു നിൽക്കുക എന്നതിൽ നിന്ന് അവർ സുരക്ഷിതരാണ്. ഖിബാരിഹ വസിഗാരിഹ, അത് ചെറിയ പാപമാകട്ടെ വലിയ പാപമാകട്ടെ, അവരിൽ എന്തെങ്കിലും ഒരു അബദ്ധം തെറ്റ് സംഭവിച്ചാൽ തന്നെ അതിൽ ഉറച്ചു നിൽക്കുന്നതിൽ നിന്ന് അവർ സുരക്ഷിതരാണ്, അവർക്ക് ഇസ്മത്തുണ്ട് എന്ന് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വഹും ബിമാ അഖ്ബറല്ലാഹു ബിഹി അൻഹും മിനത് തൗബതി യർഫഉ ദറജാതിഹിം, അവർക്ക് അല്ലാഹു പാപം പുറത്തു കൊടുത്തു, അല്ലെങ്കിൽ അവരുടെ തൗബയെക്കുറിച്ച് അല്ലാഹു അറിയിച്ചു തന്ന കാര്യങ്ങൾ, അത് മുഖേന അല്ലാഹു അവരുടെ സ്ഥാനം ഉയർത്തി കൊടുക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. വയഅദുമു ഹസനാതിഹിം, അതുപോലെ അവരുടെ നന്മകൾ അത് മുഖേന മഹത്തരമായി തീരുകയും ചെയ്യുന്നു. ഫഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ, കാരണം അല്ലാഹു തൗബ ചെയ്യുന്നവരെയും വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നവനാണ്. വലൈസതി തൗബതു നഖ്സൻ, അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങുക എന്നത് ഒരു കുറവല്ല, അതൊരു മോശമായ കാര്യമല്ല. ബൽ ഹിയ മിൻ അഫ്ദലിൽ കമാലാത്ത്, ഒരു മനുഷ്യൻ്റെ സമ്പൂർണ്ണതയുടെ ഏറ്റവും മഹത്തരമായ ഉദാഹരണമാണത്. വഹിയ വാജിബത്തുൻ അലാ ജമീഇൽ ഖൽഖി, എല്ലാ പടപ്പുകളുടെ മേലും അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മുൻകഴിഞ്ഞ അമ്പിയാക്കൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും തന്നെ വന്നിട്ടുള്ള അബദ്ധവശാൽ സംഭവിച്ചു പോയിട്ടുള്ള ചെറിയ അബദ്ധങ്ങൾ, തെറ്റുകൾ, അത് അള്ളാഹു അവരെ ഉണർത്തുകയും അവർ അതിൻ്റെ പേരിൽ അള്ളാഹുവിനോട് തൗബ ചെയ്തതും ഇസ്തിഗ്ഫാർ തേടിയതിൻ്റെയും ഒക്കെ ഉദാഹരണങ്ങൾ എടുത്തു കൊടുക്കുകയാണ്. ഇത് മുസ്ലിയാർ പറഞ്ഞതുപോലെ അള്ളാഹുവിങ്കിൽ സ്ഥാനം കിട്ടാൻ വേണ്ടി അവർ തെറ്റു ചെയ്യണം, എന്നാൽ എന്നിട്ട് അവർ തൗബ ചെയ്യണം, എന്നിട്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനം നേടിയെടുക്കണം എന്നാണോ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്? അങ്ങനെയല്ല.
മാത്രമല്ല അതിൽ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൗബയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു, വതൗബതുഹു അക്മലു മിൻ തൗബതി ഗൈരി. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ തൗബ എന്നാൽ മറ്റു പടപ്പുകളുടെ തൗബയേക്കാൾ എത്രയോ സമ്പൂർണ്ണമായ തൗബയാകുന്നു. വലിഹാദാ ഗഫറല്ലാഹു ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ. അക്കാരണത്താലാണ് അവിടുത്തെ തൗബ കൊണ്ട് അല്ലാഹു മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ തെറ്റുകൾ പുറത്തു കൊടുത്തിട്ടുള്ളത്. വബിഹാദിഹിൽ മഗ്ഫിറ നാല ഷഫാഅത യൗമൽ ഖിയാമ. ഈ ഒരു മഗ്ഫിറത്ത് കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിൽ ഷഫാഅത്തിൻ്റെ അവസരം വരെ നേടിയെടുത്തു എന്ന് അമ്പിയാക്കളുടെ മഹത്വം പറയാൻ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഈ ചോദ്യത്തെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അപ്പോൾ നബിമാർക്ക് തെറ്റുപറ്റുമെന്നാണോ പറയുന്നത്? നബിമാർ പാപങ്ങളൊക്കെ ധാരാളം ചെയ്യുന്ന പാപികളായി നടന്ന് അങ്ങനെ തൗബ ചെയ്യുന്നവരാണെന്നാണോ പറയുന്നത്? ഒരിക്കലുമല്ല. മറിച്ച് മനുഷ്യന്മാർക്ക് പറ്റുന്ന അബദ്ധങ്ങൾ, മറവി നിമിത്തം സംഭവിക്കുന്ന അബദ്ധങ്ങൾ, അതുപോലെ ചില വിശദീകരണങ്ങളിലുള്ള പിഴവ് നിമിത്തം സംഭവിക്കുന്ന അബദ്ധങ്ങൾ, അത് അമ്പിയാക്കൾക്ക് പറ്റും എന്നത് തന്നെയാണ്. അതിൽ അവരെ അള്ളാഹു ഉടനെ തന്നെ ഉണർത്തുകയും അതനുസരിച്ച് അവർ തൗബ ചെയ്ത് കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുകയും വലിയ സ്ഥാനം നേടിയെടുക്കുകയും ചെയ്യുമെന്നാണ്. ഇത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മാത്രം പറഞ്ഞ ഒരു കാര്യമാണെങ്കിൽ സാരമില്ല. പക്ഷെ അങ്ങനെയല്ലല്ലോ. ഈ പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയെ തള്ളുകയാണ് എങ്കിൽ, ആക്ഷേപിക്കുകയാണ് എങ്കിൽ, ഇമാം ശാഫിഈ മുതൽ ഇമാം ഗസാലി വരെയുള്ള ധാരാളം നിങ്ങളും കൂടി അംഗീകരിക്കുന്ന പണ്ഡിതന്മാരെ, അശ്അരി പണ്ഡിതന്മാരെ നിങ്ങൾ തള്ളേണ്ടി വരും. അവരുടെ കിതാബുകൾ നിങ്ങൾ ലൈബ്രറിയിൽ നിന്ന് നീക്കം ചെയ്യേണ്ടി വരും. നിങ്ങൾ നോക്കൂ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞ ഇതേ അഭിപ്രായം ഇമാം ഗസാലി പറഞ്ഞിട്ടില്ലേ? ഫഹുവ അന്ന കുല്ല ബശരിൻ ലാ യഖ്ലു അൻ മഅസിയത്തിൻ ബിജവാരിഹിഹി. ഒരു മനുഷ്യനും തൻ്റെ അവയവങ്ങൾ കൊണ്ടുള്ള തെറ്റിൽ നിന്ന് മോചിതനാകുന്നില്ല. ഇദ് ലം യഖ്ലു അൻഹുൽ അംബിയാഉ അലൈഹിമുസ്സലാം. അംബിയാക്കൾ പോലും തെറ്റുകളിൽ നിന്ന്, അബദ്ധങ്ങളിൽ നിന്ന് ഒഴിവായി പോകുന്നില്ല. കമാ വറദ ഫിൽ ഖുർആനി വൽ അഖ്ബാരി മിൻ ഖതായാ അൽ അംബിയാ. അംബിയാക്കൾക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങളെക്കുറിച്ച് ഖുർആനിലും അതുപോലെ തന്നെ ഹദീസിലും ധാരാളമായി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, വതൗബതിഹിം, അങ്ങനെ അവർ ആ തെറ്റുകളുടെ മേൽ തൗബ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ, വബുകാഇഹിം അലാ ഖതായാഹും, തങ്ങൾക്ക് പറ്റിയ തെറ്റിൻ്റെ മേൽ അവർ കരഞ്ഞ് കണ്ണീരൊഴുക്കിയത് നമുക്ക് കാണാൻ സാധിക്കും എന്ന് ഇമാം ഗസാലി ഇഹ്യാ ഉലൂമുദ്ദീനിലാണ് പറഞ്ഞത്. ഇഹ്യാ ഉലൂമുദ്ദീൻ നിങ്ങളുടെ ലൈബ്രറികളിൽ നിന്ന് നിങ്ങൾ എടുത്ത് വലിച്ചെറിയുമോ? തീർന്നിട്ടില്ല. ഇനി ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഷാഫിയുടെ കിതാബുൽ ഉമ്മ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തു ഫത്ഹിലെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ശാഫിഈ പറഞ്ഞു, മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ, യഅനി വല്ലാഹു അഅലം മാ തഖദ്ദമ മിൻ ദംബിഹി ഖബ്ല അൽ വഹ്യി. വഹീന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംഭവിച്ച തെറ്റുകൾ അതല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു എന്നതാണ് ഉദ്ദേശം. വമാ തഅഖർ എന്ന് പറഞ്ഞാൽ അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല നബിക്ക് സംരക്ഷണം നൽകും, തെറ്റിൽ നിന്നുള്ള ഇസ്മത്ത് നൽകും എന്നാണ് ഉദ്ദേശമെന്ന് ഇമാം ശാഫിഈ രേഖപ്പെടുത്തിയിട്ടില്ലേ റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പോൾ ഇമാം ഷാഫിഈൻ്റെ അൽ ഉമ്മ നിങ്ങൾക്ക് തള്ളാൻ സാധിക്കുമോ? അവിടെയും തീരുന്നില്ല. നിങ്ങൾ ഒരിക്കലും തള്ളാൻ ധൈര്യപ്പെടാത്ത അബുൽ ഹസൻ അൽ ആമുദി അൽ ഇഹ്കാം ഫി ഉസൂലിൽ അഹ്കാം എന്ന അദ്ദേഹത്തിൻ്റെ കിതാബിൽ വൻപാപങ്ങളെക്കുറിച്ചും അതുപോലെ മ്ലേച്ഛമായ ചെറുപാപങ്ങളെക്കുറിച്ചുമൊക്കെ വിശദീകരിച്ച ശേഷം അബുൽ ഹസൻ അൽ ആമുദി പറയുന്നു, മറവി നിമിത്തം അതുപോലെ തന്നെ ദേഷ്യം വരുന്ന സമയത്ത് അശ്രദ്ധ നിമിത്തം അമ്പിയാക്കളിൽ ചെറിയ ചില അബദ്ധങ്ങൾ, തെറ്റുകൾ സംഭവിച്ചു പോകുമെന്നത് ഇത്തിഫാഖുള്ള കാര്യമാണ്. ഇതിനോട് വിയോജിപ്പ് പറഞ്ഞിട്ടുള്ളത് ഷിയാക്കളാണ് എന്ന് അബുൽ ഹസൻ അൽ ആമുദി രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. അശ്അരി പണ്ഡിതനായ അബുൽ ഹസൻ അൽ ആമുദിയെ നിങ്ങൾക്ക് തള്ളാൻ സാധിക്കുമോ? അതുപോലെ തന്നെ മഹാനായ അബുൽ അബ്ബാസ് അൽ ഖുർത്തുബി, അതുപോലെ അബു അബ്ദുല്ല അൽ ഖുർത്തുബി, രണ്ട് ഖുർത്തുബിമാരെ തള്ളാൻ സാധിക്കുമോ? രണ്ടുപേരും ഇതേ അഭിപ്രായങ്ങൾ അവരവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി പോട്ടെ, ശറഹുൽ അഖായിദ് എടുത്തു നോക്കിയാൽ തഫ്താസാനി പറഞ്ഞിട്ടില്ലേ? ഇതേ ആശയം തഫ്താസാനി പറഞ്ഞത് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. അങ്ങനെ എത്രയോ പണ്ഡിതന്മാർ വിശദീകരിച്ച കാര്യം തന്നെയാണ് ഇബ്നു തൈമിയ്യയും പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ധാരാളം പണ്ഡിതന്മാരെ നിങ്ങൾക്ക് തള്ളേണ്ടി വരും. അവസാനം നിങ്ങൾ ലൈബ്രറിയിലെ പല ഷെൽഫുകളും സുപ്രഭാതം പത്രം കൊണ്ട് നിറക്കേണ്ടി വരും. അത്ര കിതാബുകൾ നിങ്ങൾ തള്ളേണ്ടി വരും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ നിങ്ങൾ ആക്ഷേപിക്കുകയാണ് എങ്കിൽ ധാരാളം കിതാബുകൾ നിങ്ങൾക്ക് ലൈബ്രറികളിൽ നിന്ന് വലിച്ചെറിഞ്ഞ് അവിടെ സുപ്രഭാതം പത്രം കൊണ്ടുവെക്കേണ്ടി വരുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആത്മാർത്ഥമായി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അൻ ലാ തഅദിലു ഇഅദിലു. ആരോടെങ്കിലുമുള്ള ഈർഷ്യ, ദേഷ്യം, വെറുപ്പ്, പക, അത് നിമിത്തം നിങ്ങൾ അനീതി പ്രവർത്തിക്കരുത്. ഇഅദിലു, നിങ്ങൾ നീതി കാണിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.